സോ യെസ് ഗൈസ്, നമ്മൾ ഇന്ന് പുതിയ ഒരു സ്റ്റാർട്ടാണ് സുഹൃത്തുക്കളെ ചെയ്യാൻ പോകുന്നത്. യെസ് ഗൈസ്, നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഒരു ഹാർഡ് കോർ വേൾഡ് ആണ് സുഹൃത്തുക്കളെ. സോ ഹാർഡ് കോർ വേൾഡ്, ലെറ്റ്സ് ഗോ ഹാർഡ് കോർ. ഒറ്റ പ്രാവശ്യം തട്ടിപ്പോവുകയാണെങ്കിൽ മൊത്തം കളിയും തീരും ഗൈസ്. അതാണ് ഹാർഡ് കോർ. അറിയില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ ഹാർഡ് കോറിന്റെ പേര് 1. ലെറ്റ്സ് ഗോ. യെസ് ഗൈസ്, 1 എന്നാണ് നമ്മുടെ ഹാർഡ് കോർ സീരീസിന്റെ പേര്. സോ ഈശ്വര ഭഗവാനെ ചാവാണ്ട് രക്ഷപ്പെട്ടോണം. ലെറ്റ്സ് ഗോ സ്റ്റാർട്ട്. ഒരു ഓൾമോസ്റ്റ് 100 ഡേയ്സ് ഇതിനകത്ത് തികയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ടാർഗറ്റ്. സോ നോക്കാം നമുക്ക് ഏത് വേൾഡാണ്, എങ്ങനത്തെ വേൾഡാണ് കിട്ടുന്നതെന്ന്. ഗൈസ്, ഹാർഡ് കോർ വേൾഡ് കളിക്കുമ്പോൾ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ആദ്യം കുറച്ച് റിസോഴ്സ് കളക്ട് ചെയ്യുക, ഡയറക്റ്റ് ഏതെങ്കിലും വില്ലേജിൽ പോവുക. അതാണ് സേഫ്. കാരണം വില്ലേജ് ആണെങ്കിൽ നമുക്ക് കുറച്ച് കാര്യം. ഇവിടെ എനിക്ക് കിട്ടിയ സ്പോണ്. ലെറ്റ്സ് ഗോ. ഇവിടെ മൈൻക്രാഫ്റ്റ് നമ്മുടെ ആളാടാ, മോജാങ് ഇച്ചാതി. ഇവിടെ വില്ലേജിൽ കൊണ്ട് സ്പോൺ ചെയ്ത് നമ്മുടെ നമുക്ക് എടാ പോടാ. എടേ അത് കിടില് പോയി, നമ്മുടെ പകുതി പണി എളുപ്പമായി. സോ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തേക്കാം ഗൈസ്. ഇവിടെ മറ്റേ ഇതുണ്ടോ ബ്രോ നേരിട്ട് പോവോ? ഒന്ന് റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യാൻ. സോ റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് വല്ല കാടോ മലയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ പോയിട്ട് ഇത് കണ്ടുപിടിക്കാം. സോ ഒരു മിനിറ്റ്, ഞാൻ ഈ കോർഡിനേറ്റ്സ് ഒന്ന് എഴുതിയെടുക്കട്ടെ. കാരണം ഗൈസ്, ഇതിൻ്റെ അകത്ത് എവിടെ നിന്നായാലും നമുക്ക് വഴി തെറ്റിപ്പോയാൽ തിരിച്ചു വരാൻ നമുക്കൊരു ഇത് വേണം. എന്താ ഹാർഡ് കോറിൻ്റെ അകത്ത് നമുക്ക് ഓരോ ഹാർട്ടും വിലപ്പെട്ടതാണ് ഗൈസ്. കാരണം ചത്ത് കഴിഞ്ഞാൽ തീരുമാനമാണ്. ഇപ്പം എത്ര നേരം എടുത്തിരുന്ന് ഗ്രൈൻഡ് ചെയ്ത സാധനമാണെങ്കിലും ഒറ്റ അടിക്ക് അങ്ങ് പോകും. ഞാൻ സംസാരിക്കുന്നില്ല ഗൈസ്, സംസാരിക്കാണ്ട് കളിക്കാൻ പോകും. എനിക്ക് വയ്യ, പണി വാങ്ങിക്കുക. ഫസ്റ്റ് എപ്പിസോഡ് വേൾഡ് എൻഡ് കിടിലം ഇജാതി. സോ നമ്മൾ ഇതിൽ കറക്റ്റ് നമുക്ക് മറ്റേ ഫുഡിൻ്റെ ഇതൊക്കെ നോക്കണം. കാരണം ചാവാൻ പാടില്ലല്ലോ. സോ അങ്ങനെ ഒരു ഇതുണ്ട്. വേഗം പോയി കുറച്ച് വുഡൊക്കെ കളക്ട് ചെയ്യും. അപ്പുറം ഐലൻഡിലാണോ വുഡ്? ഇത് എന്തിനാ ഇത്? ഇവിടെ ഒന്നും വുഡൊന്നും ഇല്ലേ? വില്ലേജ് കിട്ടിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടാ. ഇവിടെ വുഡും കിട്ടിയൊന്നും ഇല്ല. പിന്നെ ഞാൻ അപ്പുറത്ത് പോകണം. അവിടെ ഞാൻ ഇവിടെ നിന്ന് വുഡ് എടുക്കാം. ഇതിൻ്റെ അകത്ത് നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്. അതായത് ഒരു ഓൾമോസ്റ്റ് 100 ഡേയ്സ് ഇതിൻ്റെ അകത്ത് തികയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ടാർഗറ്റ്. ക്രാഫ്റ്റ് ഡേയ്സ്, ഒറിജിനൽ ഡേയ്സ് ഒക്കെ നടക്കണ കാര്യമല്ലാണോ? ഒറിജിനൽ ഡേയ്സ് ഈ സീരീസ് പോലും കാണുമെന്ന് എനിക്കറിയത്തില്ല സത്യം പറയാൻ. ഞാനിതൊക്കെ മറന്ന് വേറെ വഴിക്കോ. ഏതാണ്ട് ബേബി ഇന്ത്യയിലോ ഒക്കെ ഞാൻ കളിച്ച എവിടൊക്കെയോ കിടക്കുന്നത്. ഞാനൊന്നും കളിച്ച് തീർത്തിട്ട് പോലും ഇല്ല ഗൈസ്. ഓൾമോസ്റ്റ് ഒരു സ്റ്റാക്ക് വുഡാക്കാം ഗൈസ്. സ്റ്റാക്കൊന്നും വേണ്ട, ഒരു മിനിമം ഒരു ഹാഫ് സ്റ്റാക്ക് എങ്കിലും വേണ്ടേ ഗൈസ്, ഇല്ലെങ്കിൽ എന്താവാനാ. ഗൈസ്, കുറച്ചധികം നമ്മൾ മരങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടേതായ ബെഡ് വേണം ഗൈസ്. വില്ലേജർമാരുടെ കിടന്ന് ഞാൻ മടുത്ത്. ബാ ടൈമില്ല ബ്രോ, ടൈമില്ല. വേഗം രാത്രി ആവുന്നതിന് മുമ്പ് വീട്ടിൽ കയറണം എനിക്ക്. അങ്ങനെയാണ് ഗൈസ്. ഒരാടും കൂടെ ആടെ അവിടെ ഉണ്ടായിരുന്നോ ഗൈസ്? ആട് ഞാൻ ശ്രദ്ധിച്ചില്ല. അയ്യോ, ഹണിക്കോ പിന്നെ അതിനെങ്ങാണ് കൊണ്ടിട്ട് വേണം ഇനി അതെന്നെ അടിക്കാം. ബ്രോ ബാ. ഓക്കെ, 2 എണ്ണമായി. സോ ഇനി തേർഡ് വൺ, ലെറ്റ്സ് ഗോ. സോ ഗൈസ്, ഈ ഒരു വേൾഡ് ഞാൻ തുടങ്ങാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവി ഞാനും കൂടെ കളിച്ചോണ്ടിരുന്ന ആ വേൾഡ് ഇതായിപ്പോയി ഗൈസ്, എന്താ എററായിപ്പോയി. സോ അതിൻ്റെ അകത്ത് നമ്മുടെ വേൾഡ് ലോസ്റ്റ് ആയി. തിരിച്ച് കിട്ടുമോ നോക്കാം. സോ ഇല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അത് എന്തെങ്കിലുമൊക്കെ പരിപാടി ഒപ്പിക്കുന്നുണ്ട്. സോ അത് കാരണമാണ് ആ വേൾഡ് കളിക്കാണ്ട് ഇപ്പോൾ ഡയറക്റ്റ് ഇതിൻ്റെ അകത്തോട്ട് വന്നേക്കുന്നത്. സോ ഇനി ഒരു ആടിനെ കൂടെ വേണം. ആദ്യത്തെ ഫസ്റ്റ് ഒരു ഹാർട്ട് പോയി. സമയമില്ലടാ, അതുകൊണ്ടാ. സമയമില്ല. ബാ. എവിടെ എക്സ്പി മറ്റേ എന്തിൻ്റെ നല്ല കൂട്ടുകാരൻ. ഇനി അപ്പോഴത്തേ അവനെ മറ്റേ ഇതാക്കി തിരിച്ച് വീട്ടിൽ പോകാൻ നോക്കി. ഇനി വേറെ പരിപാടികളൊന്നുമില്ല. സോ ലെറ്റ്സ് ഗോ. 1 hour later. ഇന്നത്തെ ഇതിൻ്റെ നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിളും പിന്നെ കുറച്ച് ടൂൾസൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങ് നിർത്താം ഗൈസ്. അതാണ് നല്ലത്. കാരണം അടുത്തതിന് കുറച്ചധികം വൻ പരിപാടികളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞാണ് നമ്മൾ ജീവിതവും തുടങ്ങിയത്. ജീവിതത്തിൻ്റെ വേൾഡ് എററായിപ്പോയി. അതെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ഇനി വില്ലേജ് അല്ല. ഗൈസ്, ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം.
ക്രാഫ്റ്റിംഗ് ടേബിളിനായി ഇത്രയും സാധനങ്ങൾ ആവശ്യമുണ്ട്. പിന്നെ അതേ കണക്ക് ഇതങ്ങ് എടുത്ത് വെച്ചാൽ ഓക്കെ. സോ ഇനി ക്രാഫ്റ്റിംഗ് ടേബിളാണ്. ക്രാഫ്റ്റിംഗ് ടേബിൾ 1. പിന്നെ അതിൻ്റെ അകത്ത് സ്റ്റിക്കറിന് എത്ര എണ്ണം വേണം? ഒരു കുറച്ചെടുത്തിട്ടുണ്ട്. അത് അത്രയും. പ്ലാങ്ക് തീർന്നാ? ഇല്ലല്ലോ. ഓക്കെ. സോ ഇനി നമുക്ക് എന്താ വേണ്ടേ? വെപ്പൺ ഉണ്ടാക്കണം. സോ അതിന് നമ്മൾ ആദ്യം ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കണം, വെക്കണം. എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ബെഡ് ഉണ്ടാക്കണം. ബെഡ് എടുത്ത് ഇവിടെ വെക്കണം. പിന്നെന്താ സ്റ്റിക്കുണ്ട്. സ്റ്റിക്കല്ല നമുക്ക് വേണം. നമുക്കൊരു എത്ര പിക്കാക്സാ? 2 മൈനിങ് വേണം കൈസ്. അതുകൊണ്ട് 1 2 ഒരു സോഡ് ഫോർ സേഫ്റ്റി. വന്നില്ലേ? അയ്യോ. ഒരു സോഡ് ഫോർ സേഫ്റ്റി. പിന്നെ ഒരു ഹോയും കൂടെ എടുത്തേക്കാം ഗൈസ്. നമുക്ക് ഫാമിംഗ് ഒക്കെ തുടങ്ങുമ്പോൾ വേണമെങ്കിൽ ഉപകാരപ്പെടും. സോ നമുക്ക് സോ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ സെൻഡ് ചെയ്യുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം ഗൈസ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. നമുക്ക് അടുത്ത വീഡിയോയിൽ ഒരു വീട് പണിയാം. അതാണ് എൻ്റെ ഒരു പ്ലാൻ. സോ അടുത്ത വീഡിയോ കാണാം. ബൈ.